നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണോ എന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന സച്ചിയെ SI മാഡം വന്ന് പിടിച്ചോണ്ട് പോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. സച്ചി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ സച്ചിയുടെയും രേവതിയുടെയും ഡ്രാമയാന്നുള്ള കാര്യം അവർക്ക് അറിയത്തുണ്ടായിരുന്നല്ലോ. നടുറോട്ടി മദ്യപിച്ച് ഭാര്യയെ ഉപദ്രവിക്കുന്ന ഭർത്താവിനെ പിന്നെ വെറുതെ വിട്ടിട്ട് പോകാനായിട്ട് പോലീസുകാർക്ക് പറ്റുമോ? അവരങ്ങനെ പിടികൂടുന്ന സമയത്ത് സച്ചി പറഞ്ഞു, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരതൊന്നും കേട്ടില്ല. കേരള ഇങ്ങോട്ട് അതെ, പിടികൂടി കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുന്നൊരു കാര്യം ഇതൊക്കെ. അയ്യോ മാഡം, ഇതൊരു ഡ്രാമയായിരുന്നു പറയണേ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്നിട്ട്. ഇപ്പം നീയാ എൻ്റെ അടുത്ത് ഡ്രാമ കളിക്കുന്ന കേരള ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിലേക്ക് ഏറ്റുവേണം. അപ്പോഴേക്കും രേവതി പറഞ്ഞു, മാഡം എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഇത്ര സമയം തല്ലും കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണോ? നിങ്ങളാണ് ബാക്കിയുള്ള സ്ത്രീകൾക്ക് കൂടെ അപമാനം. അല്ലെ കണ്ടില്ലേ, ഇത്രയും തല്ലും മേടിച്ച് കൂട്ടിയിട്ട് ഭർത്താവിനെ ഒന്ന് പോലീസുകാർ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭർത്താവിന് ന്യായീകരിച്ച് പറയുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് അവരങ്ങോട്ട് പോയി. ആ സമയത്ത് രേവതിക്ക് ഭയങ്കര ടെൻഷനായി. രേവതിയുടെ അടുത്ത് വന്നിട്ട് ശരത്ത് പറഞ്ഞു, എന്തിനാ ചേച്ചി കൊണ്ടോട്ടെ? ഇതുപോലെ മദ്യവെച്ച് നടുറോട്ടി കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ സച്ചേട്ടനെ ഒന്ന് പോലീസ് പിടിച്ചോണ്ട് പോയത്? എടാ നീ മിണ്ടരുത്, നീ കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. ചേച്ചി എന്തൊക്കെ ചേച്ചി പറയണേ? ഞാൻ കാരണം എന്ത് പ്രശ്നം ഉണ്ടായെന്നാ ചേച്ചി പറയണേ? ഞാൻ എന്നെ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്ന കണ്ടപ്പോഴല്ലേ ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. എടാ അതല്ല, ഞങ്ങൾ തമ്മിൽ ശരിക്കുള്ള വഴക്കായിരുന്നില്ലത്. പിന്നെയോ സച്ചിയുടെ മദ്യപിച്ചിട്ടില്ല. ചേച്ചി ഇത് എന്നോട് പറയണം. സച്ചിയുടെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ചേച്ചി കള്ളത്തരം പറയണ്ട. എടാ അതല്ലടാ ശരത്തെ, സച്ചിയുടെ മദ്യപിച്ചിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്തേ. എനിക്ക് വേണ്ടിയിട്ടോ? അതെ, ആ പ്രിൻസിപ്പളിന് മനം മാറ്റാൻ വേണ്ടിയിട്ട്. പ്രിൻസിപ്പൾ ഒടുവിൽ സമ്മതിച്ചുണ്ടോ നിന്നോട് നാളെ ചെന്ന് എക്സാം എഴുതിക്കോളാനായിട്ട്? അതിന് വേണ്ടിയിട്ടാ. പിന്നീട് സച്ചിൻ രേവതിയും കൂടെ കളിച്ച ഡ്രാമയെക്കുറിച്ച് ശരത്തിനോട് പറയണം. ഇത് കേട്ടിഞ്ഞപ്പോൾ ശരത്തിന് ടെൻഷനായി. ദൈവമേ, എന്നോട് ഒരു വാക്കെങ്കിലും പറയാൻ മേലായിരുന്നോ? ഞാനത് സച്ചിയോനോട് പറഞ്ഞ. അപ്പോൾ സച്ചിയേട്ടനാ പറഞ്ഞേ, നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല. നിനക്ക് ശരിക്കും പിന്നെ ഡ്രാമ കളിക്കാൻ പറ്റില്ല എന്നൊക്കെ, ഒറിജിനാലിറ്റി വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലാം സത്യാവസ്ഥയൊക്കെ അവിടുത്തെ മാഡത്തോട് പറയാം. SI മാഡം എന്താളും കേൾക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. ആ സമയം സച്ചി അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് പറഞ്ഞു, സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ അടങ്ങിക്കിടക്കടാ. ഇനിയിപ്പം നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാറേ സംശയമുണ്ടോ എന്നെ ഒന്ന് കൊണ്ടുപോയി ഊതിച്ച് നോക്ക്, അല്ലെങ്കിൽ എന്റെ ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയോ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അപ്പം അറിയാലോ. ഇനി കൂടെ ഒന്നും പറയാനില്ല. ഇതേ എന്തേലും പറയാണ്ടെങ്കിൽ മാഡം വരുമ്പോൾ നീ ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശരത്തിന്റെ അവധിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നേ. ആ സമയത്ത് അവിടെ ഉണ്ടായ കോൺസ്റ്റബിൾ എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ സച്ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ, ഞാൻ മാഡത്തിനെ ഒന്ന് കാണാന്ന് പറഞ്ഞു. മാഡം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലേ? അതെ, മാഡം പോയി. ഇനിയിപ്പം നാളെ രാവിലെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. നാളെ രാവിലെയോ? അതെ. ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സാർ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാഞ്ഞിട്ടാണോ സഹോദരി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നേ? അയാൾ നടുറോട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്? അത് പിന്നെ അതൊന്നും അല്ല കാര്യം. പിന്നെന്താ സാറേ, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ വെളിപ്പെടുത്താന്ന് പറഞ്ഞു. പിന്നീട് പ്രിൻസിപ്പാള് ശരത്തിനോട് എക്സാം എഴുതണ്ടെന്ന് പറഞ്ഞതും അതിനുശേഷം താനും സച്ചേട്ടനും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയതെല്ലാം പറയുവാണ്. പ്രിൻസിപ്പാളിനെ കൊണ്ട് ഒന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട്, പരീക്ഷ എഴുതിക്കാൻ വേണ്ടിയിട്ട്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം പോലീസുകാരൻ പറഞ്ഞു, ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, പറയേണ്ട കാര്യങ്ങളായിരുന്നല്ലോ. ഞങ്ങൾ പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. വളഞ്ഞ വഴി പിടിക്കാൻ പോയതല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സമ്മതിക്കും, ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറയണം. സച്ചേട്ടനെ ഞങ്ങളുടെ കൂടെ പറഞ്ഞു വിടണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാലേ, അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആരാ? കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന മാഡമല്ലേ. മാഡം ഒന്ന് പറഞ്ഞാലേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, മാഡത്തിന്റെ നമ്പരെങ്കിലും ഒന്ന് തരാമെന്ന് ശരത്തി ചോദിച്ചു. നമ്പരൊന്നും കൊടുക്കാൻ പറ്റില്ല, അതൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ പോകാൻ നോക്ക്, പോയിട്ട് നാളെ വരാൻ പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രേവതി പെട്ടെന്ന് സച്ചി സെല്ലിനകത്തുണ്ടായിരുന്നു. സച്ചിയുടെ അടുത്തേക്ക് വന്നു. സച്ചിയുടെ അടുത്ത് നിന്നിട്ട്, സച്ചിയേട്ടൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ എങ്ങനെയാണല്ലോ സച്ചിയേട്ടനെ പുറത്തിറക്കിയിരിക്കും. ഇപ്പം മാടവില്ലെന്നാ പറഞ്ഞ ഇവിടെ. നീ പേടിക്കണ്ട രേവതി, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ എന്ന് പറഞ്ഞു. എന്നാലും അത് ശരിയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ആരെയും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ് ഫോണുമായിട്ട്. ആ സമയത്ത് ശരത്തം കൂടി വന്നു. ശരത്ത് എന്നിട്ടാണ്, സച്ചേട്ടാ ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങൾ, ഞാൻ കാരണം ഓരോ തവണ ഓരോ പ്രശ്നങ്ങൾ സച്ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലേ. സാരമില്ലടാ, നീ നന്നായിട്ട് പഠിച്ചാൽ മതി. നിനക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി.
എനിക്കോ പഠിക്കാൻ പറ്റിയില്ല. നീ എങ്കിലും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ച് നല്ലൊരു ജോലി മേടിക്കണം. ദേ രേവതിയുടെ അമ്മയും പിന്നെ അനുജത്തിയൊക്കെ നോക്കേണ്ട ആള് നീയല്ലേ. അത് കേട്ടപ്പോൾ ശരത്ത് പറഞ്ഞു, സച്ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണേ സച്ചേട്ടന് പകരം ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞു. അതൊന്നും ശരിയാകത്തില്ല. പിന്നെ അതിന് ആൾമാറാട്ടത്തിന് കേസെടുക്കാനായിട്ട് അതൊന്നും വേണ്ട. നാളെ രാവിലെ ആകുമ്പത്തേനും ഞാൻ പുറത്തിറങ്ങും, നീ ധൈര്യമായിട്ടിരിക്കുക. എന്നാലും സച്ചേട്ട വിഷമിക്കണ്ടാന്നേ എന്നൊക്കെ പറഞ്ഞ് സച്ചി ശരത്തിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം രേവതി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് വർഷയെ വിളിക്കുകയാണ്. വർഷ ചോദിച്ചു, എന്താ രേവതി ചേച്ചി? അത് വർഷേ, ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? പിന്നീട് കാര്യങ്ങൾ പറയണ സച്ചേട്ടൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലായതൊക്കെ. അല്ല ചേച്ചിക്ക് പറയാൻ വരായിരുന്നോ മാഡത്തിനോട് സച്ചേട്ടൻ തെറ്റും ചെയ്തിട്ടില്ലെന്ന്? ഞാൻ പറഞ്ഞു, പക്ഷെ അവര് കേൾക്കാൻ കൂട്ടാക്കില്ല. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കിത് പറയാനായിട്ട് വേറെ ആരുമില്ലെന്ന് വർഷ പറഞ്ഞു. അല്ല രേവതി വർഷയോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, അതെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ആരോട് പറയാനാ? അതെ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കും വർഷേ. വർഷയ്ക്ക് പരിചയമുള്ള ആരെങ്കിലും കാണുമല്ലോ, ആരോടേലും പറഞ്ഞ് ഒന്ന് സഹായിക്കാനൊക്കെ പറഞ്ഞു. ഉള്ളിൽ വർഷ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ വേണ്ടേന്ന്, എന്നിട്ട് ഞാനൊരു തീരുമാനം എടുക്കാം, ചേച്ചി എന്താളും സമാധാനമായിട്ട് ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചു. പിന്നീട് വർഷ നേരെ മധുസൂദനെ വിളിക്കുകയാണ്. മധുസൂദനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അച്ഛാ എനിക്ക് അച്ഛൻ്റെ ഒരു സഹായം വേണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മധുസൂദനൻ ചോദിച്ചു, എന്താ മോളെ? അതെ ഒരാളെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഇറക്കാനുണ്ട്. അച്ഛന് കുറെ പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ആണല്ലോ, അപ്പൊ എനിക്ക് അത്യാവശ്യമായിട്ട് അയാളൊന്ന് പുറത്തിറക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിച്ചപ്പോൾ മധുസൂദനൻ പറഞ്ഞു, അല്ല മോളെ ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും പറഞ്ഞു, അത് പിന്നെ സച്ചേണ്ണ അച്ഛാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹിമ ചോദിച്ചു, ആരാ ഫ്രോഡോന്ന് ചോദിച്ചു. ദേ അമ്മ അങ്ങനൊന്നും പറയരുന്ന് പറയണം. അല്ല കാര്യം എന്താന്ന് ചോദിച്ചു. അതൊരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മസൂദിന് ദേഷ്യമായി. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി വർഷേ, ഒരു കാരണവശാലും അവനെ പുറത്തിറക്കുന്ന ഇതില്ല. കാരണം അവൻ എന്നെ എത്ര വട്ടം അടിച്ചിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് നിനക്ക് നാണമില്ലേ എന്നോട് തന്നെ അവന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടെന്ന് ചോദിച്ചു. അച്ഛാ വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ, സച്ചേട്ടനോട് തെറ്റും ചെയ്യാത്ത കാര്യമാന്ന് പറഞ്ഞു. പിന്നെ നിന്റെ ഒരു സച്ചേട്ടൻ വെച്ചിട്ട് പോയിക്കോ, ആർക്ക് വേണ്ടി നീ റെക്കമെൻഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ആ ഫ്രോഡിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് റെക്കമെൻഡേഷനുമായിട്ട് വന്നേക്കരുത്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു കോള് കട്ട് ചെയ്തു. ആ സമയത്ത് വർഷയ്ക്ക് സങ്കടമായി. പിന്നീട് വർഷ രേവതിയെ വിളിക്കണം. അപ്പോഴേക്കും രേവതി ചോദിച്ചു, എന്തായി വർഷ കാര്യങ്ങളൊക്കെ, ആരുടെയും ചോദിച്ചോ സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞേ, ഞാൻ നോക്കിയിട്ട് നടന്നില്ല രേവതി ചേച്ചി, എന്നോടൊന്നും തോന്നരുത് കേട്ടോ, ഞാൻ ശ്രമിച്ചു എന്ന് പറയണം. സാരമില്ല വർഷേ, നീ എന്താണെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒക്കെ സംസാരിച്ചല്ലോ, അത് തന്നെ ഭാഗ്യം, സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കോള് കട്ട് ചെയ്തിട്ട് രേവതിക്ക് ഭയങ്കര വിഷമമായി. രേവതി എന്ന് കരയുവാണ്. അതേസമയം മഹിമയോട് മധുസൂദനൻ പറഞ്ഞു, എടി ഇതൊരു പറ്റിയ അവസരമാണ് നമുക്ക്. എന്തിന്? കിട്ടിയ അവസരം മുതലെടുക്കണം. സച്ചി പോലീസ് സ്റ്റേഷനിലാണ്, സച്ചി കാരണം നമുക്ക് നാണക്കേട ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അവിടുത്തെ ചന്ദ്രമതി ഉണ്ടല്ലോ, ചന്ദ്രമതിയോടും രവീന്ദ്രനോടും കാര്യങ്ങൾ പറ. എന്നിട്ടോ എടി ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാന്നൊക്കെ പറയാണ്. കിട്ടിയ അവസരം നമ്മൾ മുതലാക്കണമല്ലോ. വർഷം എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയൊരു അവസരം അത്. ഇതുപോലൊരു വീട്ടിൽ എങ്ങനെയാ എൻ്റെ മോളെ നിർത്തുന്നതെന്നൊക്കെ ചെന്ന് ചോദിക്കുക. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മഹിമയ്ക്കും തോന്നി, ആ നല്ല കാര്യമാ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് കളി കളിക്കണമെന്ന് ഒക്കെ മഹിമൻ തീരുമാനിച്ചു. പിന്നീട് രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സച്ചിയുടെ അടുത്ത് എന്നിട്ട്, സച്ചേട്ടാ ഒരു രക്ഷയില്ല, സച്ചേട്ടനെ ഇറക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കി, ഞാൻ വർഷയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരോടെങ്കിലും സംസാരിക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, വർഷയ്ക്ക് സഹായിക്കാനുള്ള മനസ്സ് കാണുമായിരിക്കും, പക്ഷെ വർഷയുടെ അച്ഛൻ അത് കാണത്തില്ല. വർഷ ആരോടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? വർഷയുടെ അച്ഛനോട്. അയാൾ എന്നെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നെ പുറത്തിറക്കാൻ സഹായിക്കുമോ? ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാ, ഞാനിവിടെ കിടന്നോളാം, നിങ്ങൾ പോയിക്കോ, രാവിലെ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു. എന്നാലും സച്ചേട്ടൻ ഇവിടെ കിടക്കുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് രേവതി പറഞ്ഞു. ആ സമയത്ത് ശരത്തിനോട് സച്ചി പറഞ്ഞു, എടാ ശരത്തെ, നീ രേവതിയെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, ഇവിടെ നിർത്തണ്ട, രാവിലെ ആകുമ്പത്തേനും ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്നാലും ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നമില്ല, അച്ഛൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട, നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ആരും നിന്നോട് കൂടുതലൊന്നും ചോദിക്കാൻ പോവില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, സച്ചേട്ടൻ പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി അച്ഛനെങ്ങാനും ചോദിക്കുവാണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ രേവതിയെ നിർബന്ധിച്ച് വിടുവാണ്. രേവതി വിഷമത്തോട് കൂടിയിട്ടാ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി ശരത്ത് വിട്ടിട്ട് ശരത്ത് അങ്ങോട്ട് പോയി. രേവതി വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു സെറ്റിയല്. രേവതി പതുക്കെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി വിളിച്ചു, നിക്കടി അവിടെ, ഇത്ര സമയം നീ ഇത് എവിടെയായിരുന്നു ചോദിച്ചു. അല്ല അമ്മേ, അത് പിന്നെ ഞാൻ പൂ കൊണ്ടേ കൊടുക്കാൻ പോയായിരുന്നു. ഓ, പൂ കൊണ്ടേ കൊടുക്കാൻ പോയതായിരുന്നല്ലേ? അതെ.
അല്ല നിന്റെ ഭർത്താവ് എന്തിയെ, സച്ചി എന്തിയെ? സച്ചിയും പൂകൊണ്ട കൊടുക്കാൻ പോയതാണോ? അത് പിന്നെ സച്ചിയേട്ടന് ഒരു ഓട്ടം ഉണ്ട്, നാളെ രാവിലെ വരത്തോളന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നേ. രവീന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, കേട്ടില്ലേ, കേൾക്ക് പറയുന്ന കേട്ടോ മരുമോള്. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? മരുമോൾ ഒരു കള്ളത്തരം പോലും പറയത്തില്ല, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവളൊക്കെ ആണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തായി? കണ്ടില്ല കള്ളത്തരം വിളിച്ചു പറയണേ. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയെ അവരൊക്കെ അങ്ങോട്ട് വന്നു. ആ സമയം രവീന്ദ്രൻ ചോദിച്ചു, മോളെ സച്ചി എന്തെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ സച്ചി, എന്താടി നിനക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? പോലീസ് സ്റ്റേഷനിലാന്ന് പറയാൻ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു. ഒരു നിമിഷം രേവതി ഞെട്ടിപ്പോയി. ഞങ്ങൾ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും നീ ഓർക്കുന്നില്ലേ? അതെ, വർഷയുടെ അമ്മ വിളിച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ഭർത്താവ്, അതായത് സച്ചി ജയിലിലാന്നുള്ള കാര്യം. എടി, മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി എന്തിനാടി ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു, സത്യമാണോ കേട്ടതൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ്. രേവതിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. രേവതി വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി. രേവതിക്ക് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ രേവതി ഉള്ള സത്യങ്ങളൊക്കെ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.